Hello everyone, welcome to Expert Launch. എസ്റ്റിമേഷൻ ആൻഡ് വാല്യൂഷൻ എന്ന സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ടോപ്പിക്സ് ആണ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ആൻഡ് യൂണിറ്റ്സ്. സോ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഫോർ പ്ലാസ്റ്ററിംഗ് 10 meter square ഇഫ് 12 mm thick ആൻഡ് 1 coat യൂസിങ് 1:4 മോട്ടാർ വിങ്സ്. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 12 mm തിക്നെസ് പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമായ സിമെൻറ്റ് കണ്ടുപിടിക്കാനാണ്. 1:4 മോട്ടാർ മിക്സ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് പ്ലാസ്റ്ററിംഗ് ആണുള്ളത്, രണ്ട് തിക്നെസ് ആണുള്ളത്. 12 mm തിക്നെസ്സും 15 mm തിക്നെസ്സും. അപ്പം ഇതിൽ 12 mm തിക്നെസ്സിന് ഉള്ള സ്റ്റാൻഡേർഡ് വാല്യൂസും 15 mm തിക്നെസ് പ്ലാസ്റ്ററിങ്ങിന് വേണ്ട സ്റ്റാൻഡേർഡ് വാല്യൂസും ഉണ്ട്. അതായത് 1:3 മിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് അല്ലെങ്കിൽ ഫൈൻ എഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.14 മീറ്റർ ക്യൂബ് ഓഫ് സാൻഡ് പെർ 10 meter square ഓഫ് പ്ലാസ്റ്ററിങ്. അതായത് 10 meter square പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് എന്ന് പറയുന്നത് 0.14 മീറ്റർ ക്യൂബ് ആയിരിക്കും. അതുപോലെ 1:4, 1:5, 1:6 മിക്സസ് ആണെങ്കിൽ അതിനാവശ്യമായ ഫൈൻ എഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി ഈസ് 0.15 മീറ്റർ ക്യൂബ്. ഇനി 15 mm തിക്നെസ് പ്ലാസ്റ്ററിങ് ആണെങ്കിൽ 1:3 മിക്സ് ആണെങ്കിൽ 0.15 മീറ്റർ ക്യൂബ് ആണ് ആവശ്യം. എന്നാൽ 1:4, 1:5, 1:6 മിക്സിന് 0.16 മീറ്റർ ക്യൂബ് ഓഫ് സാൻഡ് ഫോർ 10 meter square ഓഫ് പ്ലാസ്റ്ററിങ്. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം പ്ലാസ്റ്ററിങ് 10 meter square ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കൺവേർഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 1:4 മിക്സ് ആണ്, 10 meter square ആണ്. സോ ദി വാല്യൂ വിൽ ബി 0.15 മീറ്റർ ക്യൂബ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മോട്ടാർ മിക്സിൻ്റെ കേസ് ആകുമ്പം സാൻഡിൻ്റെ അല്ലെങ്കിൽ ഫൈൻ എഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 0.15 മീറ്റർ ക്യൂബ്. സോ 1 ആണ് സിമെൻറ്റിൻ്റെ പോർഷൻ ആൻഡ് ബൈ 4 1/4 എന്ന് ചെയ്യുമ്പോൾ സിമെൻറ്റിൻ്റെ പോർഷൻ ബൈ ഫൈൻ എഗ്രിഗേറ്റിൻ്റെ പോർഷൻ ഇൻറ്റു 0.15 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഫൈൻ എഗ്രിഗേറ്റ്, അതായത് സാൻഡിൻ്റെ, ഈ കേസിൽ സാൻഡിൻ്റെ വോള്യൂമാണ്, ഇൻറ്റു നമുക്ക് സിമെൻറ്റിൻ്റെ കണ്ടുപിടിക്കേണ്ടത് അത് കാരണം ഇൻറ്റു സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി വരുന്നത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 54 കിലോഗ്രാം എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി 54 കിലോഗ്രാം ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഔട്ടേൺ ഓഫ് മേസൺ ഇൻ ബ്രിക്ക് വർക്ക് യൂസിങ് സിമെൻറ്റ് മോട്ടാർ ഇൻ സൂപ്പർ സ്ട്രക്ചർ പെർ സ്റ്റാൻഡേർഡ്സ്. ഔട്ടേൺ ഓഫ് മേസൺ അല്ലെങ്കിൽ ഔട്ടേൺ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരാണ് ടാസ്ക് വർക്ക് എന്ന്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ലേബറിന് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് വർക്ക് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, അതിനെയാണ് ഔട്ടേൺ ഓഫ് ലേബർ അല്ലെങ്കിൽ ടാസ്ക് വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാം എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഓർഡിനറി സോയിൽ 3 മീറ്റർ ക്യൂബാണ് സ്റ്റാൻഡേർഡ് വാല്യൂ. ഇതിനർത്ഥം എന്താണ്? ഒരു ദിവസം ഒരു ലേബറിന് എത്ര എമൗണ്ട്, അതായത് 3 മീറ്റർ ക്യൂബ് എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും, 3 മീറ്റർ ക്യൂബ് ഓഫ് സോയിൽ എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും ഒരു ലേബറിന് ഒരു ദിവസം, ഓർഡിനറി സോയിലായിരുന്ന കേസിൽ. ഇനി ഹാർഡ് സോയിലാണെങ്കിൽ 2 മീറ്ററേ പറ്റുള്ളൂ, കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. റോക്കി സോയിലാണെങ്കിൽ അതിലും കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഒരു ദിവസം ഒരു ലേബറിന് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് മാത്രമേ പറ്റുള്ളൂ. ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ 1 മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ ആണ്. സോ ആൻസർ വിൽ ബി 1 മീറ്റർ ക്യൂബ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് മോട്ടാർ required for random rubble masonry in cement mortar 1:6. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് മോട്ടാർ ആണ് ചോദിക്കുന്നത്, ക്വാണ്ടിറ്റി ഓഫ് സിമെൻ്റ് അല്ല. റാൻഡം റബിൾ മേസണറി ആയത് കാരണം റബിളിനൊരു സ്പെസിഫിക് ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ 1 മീറ്റർ ക്യൂബ് ഓഫ് റബിൾ മേസണറിയിൽ എത്ര ടോട്ടൽ എമൗണ്ട് ഓഫ് റബിൾ ഉണ്ടാകും എന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ഒരു റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ആ റൂൾ പ്രകാരം 1 മീറ്റർ ക്യൂബ് റബിൾ മേസണറി ആണെങ്കിൽ അതിൽ 25% മോട്ടാർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ വേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം എന്ന് പറഞ്ഞാൽ ഡ്രൈ വോളിയം ഫാക്ടറാണ്. ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറഞ്ഞാൽ
മോട്ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ്. വെറ്റ് കോൺക്രീറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതായത് 1 മീറ്റർ ക്യൂബ് വെറ്റ് കോൺക്രീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡ്രൈ കോൺക്രീറ്റിൻ്റെ വോളിയം വിൽ ബി 1.54. അതായത് 1 മീറ്റർ ക്യൂബ് വെറ്റ് കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ കോൺക്രീറ്റിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വിൽ ബി 1.54. അതുപോലെ തന്നെ മോട്ടാറിൻ്റെ കേസാണെങ്കിൽ 1 മീറ്റർ ക്യൂബ് വെറ്റ് മോട്ടാറിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ മോട്ടാർ എന്ന് പറയുന്നത് 1.33 മീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ ഡ്രൈ വോളിയം എന്ന് പറയുന്നത് വെറ്റ് വോളിയത്തിനോട് 1.33യോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ മോട്ടാറിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 25. സോ 0.25 ആണ് 1 മീറ്റർ ക്യൂബിലുള്ളത്. ആൻഡ് ഇൻറ്റു 1.33 കിട്ടുമ്പോൾ 1.33 ചെയ്യുമ്പോൾ നമുക്ക് 0.34 മീറ്റർ ക്യൂബ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 4th ക്വസ്റ്റ്യൻ നോക്കാം. RCCയുടെ മിക്സ് തന്നിട്ടുണ്ട് 1:1.5:3 ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സിമെൻ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെയും ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഡ്രൈ വോളിയം ഫാക്ടർ ഫോർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1.54 ആണ്. സോ ദാറ്റ് മീൻസ് ഡ്രൈ വോളിയം ഇസ് ഈക്വൽ ടു 1.54 ഇൻറ്റു വെറ്റ് വോളിയം. അപ്പം ഇവിടെ വെയിറ്റ് ഓഫ് സിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മൊത്തത്തിലുള്ള കോൺക്രീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1.54 റെഫേഴ്സ് ടു കോൺക്രീറ്റ്. സോ 1 എന്ന് പറയുന്നത് പോർഷൻ ഓഫ് സിമെൻറ്റ്. നമുക്ക് സിമെൻറ്റിൻ്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പോർഷൻ ഓഫ് സിമെൻറ്റ് ബൈ ടോട്ടൽ ഫ്രാക്ഷൻ, അതായത് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ഇൻറ്റു ദ ഡ്രൈ വോളിയം ഫാക്ടർ ഫോർ കോൺക്രീറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് വിച്ച് ഇസ് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 403 കിലോഗ്രാം എന്ന് കിട്ടുന്നതായിരിക്കും. ഇനി ഇതല്ലാതെ വേറൊരു മെത്തേഡ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡേറ്റ ബുക്കിലെ വാല്യൂ ആണ്. അതായത് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0.9 മീറ്റർ ക്യൂബ്. ഡേറ്റ ബുക്കിലെ വാല്യൂ ആണ്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.9 മീറ്റർ ക്യൂബ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ പ്ലാസ്റ്ററിങ്. അപ്പോൾ അതിൽ ഓരോരോ 1:4 മിക്സിനും 1:5 മിക്സിനും ആ ഓരോരോ മിക്സിന് അനുസരിച്ചുള്ള 12 mm തിക്നെസ്സും 15 mm തിക്നെസ്സിനും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരുന്നല്ലോ. അപ്പം അതേപോലെ കോഴ്സ് അഗ്രിഗേറ്റ് RCCയുടെ കേസിലുള്ള വോളിയത്തിൻ്റെ വാല്യൂ ആണ് 0.9 മീറ്റർ ക്യൂബ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കാം. ആൻഡ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് 1:1.5:3 എന്ന മിക്സ് ആയതുകൊണ്ട് സിമെൻറ്റിൻ്റെ പോർഷൻ 1ഉം കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ പോർഷൻ മാത്രം ചെയ്താൽ മതി. കോഴ്സ് അഗ്രിഗേറ്റ് ഇവിടെ മിക്സിൽ വരുന്നത് 1:1.5:3 എന്ന മിക്സിൽ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ ഇസ് 3. അപ്പം ഇത് ഇൻറ്റു വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് 1440. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 432 കിലോഗ്രാം ആണ്. ഓപ്ഷനിൽ അതിന് നിയർ ബൈ ആയിട്ട് വരുന്ന വാല്യൂ ഇസ് 403 കിലോഗ്രാം. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. പക്ഷേ ഇവിടെ നമുക്ക് ഡ്രൈ വോളിയം ഫാക്ടർ വെച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ 403 കിലോഗ്രാം എന്ന ആൻസർ കിട്ടുന്നുണ്ട്. സോ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് മെത്തേഡ്. കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. ഇനി എങ്ങാനും ഓപ്ഷൻസ് അടുത്തടുത്ത വാല്യൂസ് ഉണ്ടെങ്കിൽ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കോൺക്രീറ്റ് മിക്സ് തന്നിട്ടുണ്ട് 1:2:4. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സിമെൻറ്റ് ബാഗ്സ് ആണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് ഓഫ് സിമെൻറ്റ് എത്ര കിലോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കണം. 1 ബാഗ് ഓഫ് സിമെൻറ്റ് ഇസ് 50 കിലോഗ്രാം. അപ്പോൾ അത് നമുക്കറിയാം. ഇനി വേറൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് ഓഫ് സിമെൻറ്റിൻ്റെ വോളിയം എത്രയാണ്? 35 ലിറ്റർ ആണ് ഒരു ബാഗ് ഓഫ് സിമെൻറ്റിൻ്റെ വോളിയം. അപ്പോൾ കോൺക്രീറ്റ് മിക്സ് തന്നിട്ടുണ്ട്. ഇനി വെയിറ്റ് ഓഫ് സിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ട് ചെയ്യാം. കോൺക്രീറ്റിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ നേരത്തെ പറഞ്ഞു 1.54 ആണ്. സോ പാർട്ട് ഓഫ് സിമെൻറ്റ് ബൈ ടോട്ടൽ ചെയ്യുക, 1 + 2 + 4 ചെയ്യുക ഇൻറ്റു 1.54 ഡ്രൈ വോളിയം ഫാക്ടർ ഓഫ് സിമെൻറ്റ് ഡ്രൈ വോളിയം ഫാക്ടർ ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ചെയ്താൽ നമുക്ക് 316 കിലോഗ്രാം എന്ന വാല്യൂ കിട്ടും. നമ്പർ ഓഫ് ബാഗ് അറിയണമെങ്കിൽ ഇത് മൊത്തത്തിൽ റിക്വയർഡ് എമൗണ്ട് ആണ്.
ഇനി നമ്പർ ഓഫ് ബാഗ് അറിയണമെങ്കിൽ ഇത് ഡിവൈഡ് ബൈ 50. ഒരു ബാഗിൻ്റെ വെയിറ്റ് 50 കിലോഗ്രാം ആയതുകൊണ്ട് 316 ഡിവൈഡ് ബൈ 50 ചെയ്യുമ്പോൾ 6.33 എന്ന വാല്യൂ കിട്ടും. അപ്രോക്സിമേറ്റ്ലി 7 ബാഗ്സ്. 6 എന്ന വാല്യൂ ഒരിക്കലും എടുക്കരുത്. ഈവൺ ഇപ്പോൾ 6.1 ആണ് നമ്പർ ഓഫ് ബാഗ്സ് കിട്ടിയെന്ന് വെച്ചാൽ പോലും 6 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യരുത്. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ നമ്പർ 7 എന്ന നമ്പറായിട്ട് എടുക്കേണ്ടത്. ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി 7. 6th ക്വസ്റ്റ്യനിൽ IS കോഡ് 1200 പാർട്ട് 1 ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എർത്ത് വർക്ക്, കോൺക്രീറ്റ് വർക്ക്, ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി. ഇവിടെ ഓരോരോ പാർട്ട് ഏതാണ് IS 1200 എല്ലാ പാർട്സ് ഏതാണെന്ന് ഓർത്തിരിക്കാൻ പറ്റിയാൽ അത്ര എളുപ്പമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 28 പാർട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്സ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എർത്ത് വർക്കാണ്, സെക്കൻഡ് പാർട്ട് കോൺക്രീറ്റ് വർക്ക്, തേർഡ് പാർട്ട് ബ്രിക്ക് വർക്ക്, ഫോർത്ത് പാർട്ട് സ്റ്റോൺ മേസറി. ഇങ്ങനെ തുടങ്ങി 28 പാർട്സാണ് IS കോഡിനുള്ളത്. IS 1200ൻ്റെ 28 പാർട്സാണുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാർട്ട് 1 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എർത്ത് വർക്ക്. 7th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. 20 സെൻറ്റിമീറ്റർ വോളാണ് തിക്നെസ് വരുന്നത് ആൻഡ് 4 മീറ്റർ ലോങ് ആൻഡ് 3.2 മീറ്റർ ഹൈ. അപ്പോൾ ഇതിന് ഒന്നുമില്ല, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. സിംപ്ലി വോളിയം കണ്ടുപിടിക്കുക. അപ്പം കാൽക്കുലേഷൻ വരുന്നത് ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഈക്വൽ ടു 0.2 ഇൻറ്റു ലെങ്ത് ഇസ് 4 മീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇസ് 3.2 മീറ്റർ വിച്ച് വിൽ ഗിവ് യു 2.56 മീറ്റർ ക്യൂബ്. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഓപ്ഷൻ ബി ആൻസർ വരും. 8th ക്വസ്റ്റ്യൻ. ദ ഇനീഷ്യൽ ലീഡ് ഇൻ എർത്ത് വർക്ക് എസ്റ്റിമേഷൻ ഇസ്. എർത്ത് വർക്കിലെ ഇനീഷ്യൽ ലീഡ് എന്താണ്? ഇവിടെ 2 ടേംസ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്, ലീഡും ലിഫ്റ്റും. ലീഡ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണാം കട്ടിങ്ങും ഉണ്ട് ഫില്ലിങ്ങും ഉണ്ട്. കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് മണ്ണ് എക്സ്കവേറ്റ് ചെയ്ത് പുറത്തെടുത്ത പോർഷൻ, ആ മണ്ണ് ബാങ്കിങ് അല്ലെങ്കിൽ ഒരു ഫില്ലായിട്ട് സൈഡിൽ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇത് എക്സ്കവേറ്റ് ചെയ്തെടുത്ത പോർഷനും ഇത് ആ സോയിലെടുത്ത് ഫില്ല് ചെയ്ത പോർഷനും. അപ്പോൾ ലീഡ് എന്ന് പറഞ്ഞാൽ ഫില്ലിൻ്റെ സെൻറ്റർ കട്ടിങ്ങിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ടിൻ്റെയും ഫില്ലിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനീഷ്യൽ ലീഡ് എന്ന് പറയുന്നത് ഷുഡ് ബി 50 മീറ്റർ ആൻഡ് അതുപോലെ ലിഫ്റ്റിൻ്റെ വാല്യൂ 1.5 മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇനീഷ്യൽ ലീഡാണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 50 മീറ്റർ. 9th ക്വസ്റ്റ്യൻ നോക്കാം. 1 മീറ്റർ ക്യൂബ് സ്റ്റോൺ മേസണറിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോണ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മീറ്റർ ക്യൂബ് സ്റ്റോൺ മേസണറിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോണിൻ്റെ വാല്യൂ ഇസ് 1.05 മീറ്റർ ക്യൂബ്. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതുപോലെ തന്നെ 1 മീറ്റർ ക്യൂബ് സ്റ്റോൺ മേസണറിക്ക് ആവശ്യമായിട്ടുള്ള ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വാല്യൂ വിൽ ബി 0.3 മീറ്റർ ക്യൂബ്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. 10th ക്വസ്റ്റ്യൻ നോക്കാം. ഹണികോം ബ്രിക്ക് വാൾ ഈസ് മെഷേർഡ് ഇൻ. നോർമലി ബ്രിക്ക് വർക്ക് മെഷർ ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ഹണികോം ബ്രിക്ക് വാൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുക. അതായത് ഇടയിൽ വോയിഡ്സ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണികോം ബ്രിക്ക് വർക്ക് മെഷർ ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. മെഷർമെൻറ്റ് യൂണിറ്റ് ഇസ് മീറ്റർ സ്ക്വയർ. ആൻഡ് ഇൻ കേസ് ഓഫ് പാർട്ടീഷൻ വാൾ അല്ലെങ്കിൽ ഹാഫ് ബ്രിക്ക് വർക്ക് അതിൻ്റെ കേസിലും മെഷർമെൻറ്റ് യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹണികോം ബ്രിക്ക് വാൾ മെഷർ ചെയ്യുന്ന യൂണിറ്റാണ്. ഓപ്ഷൻ ബി മീറ്റർ സ്ക്വയർ. ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് അറിയുവാനും ഈ സബ്ജക്റ്റ് കൂടുതൽ ഡെപ്തിൽ പഠിക്കുന്നതിനുമായി ഞങ്ങളുടെ കോച്ചിംഗ് സ്ഥാപനമായ എക്സ്പേർട്ട് ലോഞ്ച് നിങ്ങളിലേക്ക് മിതമായ നിരക്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളുടെ ഒരു പാക്കേജ് അവതരിപ്പിക്കുന്നു. വരാനിരിക്കുന്ന PCB, KTDC, LSTD പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കായുള്ള AE എക്സാംസും
ഓവർസിയർ ലെവൽ എക്സാംസും ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാറിയ എക്സാം പാറ്റേണിനോട് യോജിക്കുന്ന ഒരു കോഴ്സാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും വൈകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഡയൽ ചെയ്യാവുന്നതുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.